കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വൻ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും തിരികൊളുത്തിക്കൊണ്ട് ദി കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളും ട്രെയിലറും വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടുകയാണ്. ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ പ്രതിഷേധങ്ങളാണ് രണ്ടാം ഭാഗത്തിനെതിരെയും ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത്. എന്നാൽ രാജ്യത്ത് നിലനിൽക്കുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങളാണ് താൻ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംവിധായകൻ കാമാഖ്യ നാരായണൻ സിംഗ്. ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ മലയാളികൾക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഒരു സ്വകാര്യ മാധ്യമത്തിനോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. കേരളത്തിലെ സാഹചര്യം മാത്രമല്ല, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന സമാനമായ സാമൂഹിക പ്രശ്നങ്ങളും ചിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പത്രമാധ്യമങ്ങളിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും തനിക്ക് നേരിട്ട് മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നതെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. സിനിമയെ കേവലം വിവാദമാക്കുകയല്ല, മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഗൗരവകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ചിത്രത്തിന്റെ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു ഭാഗം ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വന്ന ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നതാണ്. കേരളം പോലെ എല്ലാ മതസ്ഥരും ബീഫ് ഒരു പൊതുവായ ഭക്ഷണമായി കാണുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു രംഗം ഉൾപ്പെടുത്തിയത് വസ്തുതകളെ വക്രീകരിക്കാനാണെന്ന ആരോപണം ശക്തമാണ്. എന്നാൽ ഈ രംഗം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തിന്റെ ആവിഷ്കാരമാണെന്നാണ് സംവിധായകന്റെ പ്രതികരണം. സിനിമയുടെ ഉള്ളടക്കം കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ കനത്ത ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിനെതിരെ വിദ്വേഷം വിതയ്ക്കാനും ഇവിടുത്തെ പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു വികൃത സൃഷ്ടിയാണെന്ന് മുഖ്യമന്ത്രി ഈ സിനിമയെ വിശേഷിപ്പിച്ചു. നട്ടാൽ കുരുക്കാത്ത നുണകളും വിദ്വേഷവും കേരള വിരുദ്ധ പ്രചാരണവും കുത്തിനിറച്ച ഒന്നാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതെന്നാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കിയത്. സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃകയെ ഭയപ്പെടുന്നവരാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങളുടെ അണിയറക്കാർ എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സിനിമയുടെ ഉള്ളടക്കത്തിനൊപ്പം തന്നെ സെൻസർ ബോർഡിന്റെ ഇരട്ടത്തപ്പും ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊതു ജനവിമർശനത്തിന് പാത്രമാകുന്നുണ്ട്. ചില സിനിമകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വിദ്വേഷം പടർത്തുന്ന മറ്റു ചില സിനിമകൾക്ക് അനുമതി നൽകുകയും ചെയ്യുന്ന സെൻസർ ബോർഡിന്റെ സമീപകാല തീരുമാനങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. തമിഴ് നടൻ വിജയ് നായകനായ ജനനായകൻ എന്ന ചിത്രത്തിന് ഇനിയും പ്രദർശനാനുമതി നൽകാത്തതും ഷെനേഗം നായകനായ ഹാൽ എന്ന സിനിമയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് മുൻപ് നൽകിയ നിർദ്ദേശങ്ങളും പ്രേക്ഷകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹാൽ എന്ന സിനിമയിൽ 20ഓളം മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ട സെൻസർ ബോർഡ് അതിൽ പ്രധാനമായി ഉന്നയിച്ച കാര്യം ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം നീക്കം ചെയ്യണമെന്നായിരുന്നു. എന്നാൽ ദി കേരള സ്റ്റോറി 2 എന്ന ചിത്രത്തിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന വിദ്വേഷകരമായ രംഗത്തിന് എങ്ങനെ അനുമതി ലഭിച്ചു എന്നതാണ് സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തുന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമാവുകയാണ്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച കഥകൾ കോർത്തിണക്കിയാണ് താൻ സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് സംവിധായകൻ ആവർത്തിക്കുമ്പോഴും അത് വസ്തുതാപരമായ അടിത്തറയല്ലാത്തതാണെന്നാണ് പല സാമൂഹിക പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതിയെയും ഇവിടുത്തെ സമാധാനപരമായ സഹവർത്തിത്വത്തെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് വലിയൊരു വിഭാഗം മലയാളികൾ വിശ്വസിക്കുന്നു. ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ സിനിമയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം നേടിക്കൊടുത്തിരുന്നു. സമാനമായ രീതിയിൽ വിവാദങ്ങളിലൂടെ സിനിമയെ ചർച്ചയാക്കി മാറ്റാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതെന്ന വിലയിരുത്തലും സജീവമാണ്. സിനിമയുടെ ഉള്ളടക്കത്തിലെ അതിശയോക്തിയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും കേരളത്തിന് പുറത്തുള്ളവർക്കിടയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ടെന്നാണ് പ്രവാസി മലയാളി സംഘടനകളും ആശങ്ക പ്രകടിപ്പിക്കുന്നത്. കലയെ വിദ്വേഷ പ്രചാരണത്തിനുള്ള ആയുധമാക്കി മാറ്റുന്ന പ്രവണത ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന അഭിപ്രായമാണ് സാംസ്കാരിക കേരളം മുന്നോട്ട് വെക്കുന്നത്. സിനിമയുടെ പേരിൽ ഒരു ജനതയെ മുഴുവൻ അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് സംവിധായകൻ ഇതിനെ കാണുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും പെൺകുട്ടികൾ നേരിടുന്ന സമാനമായ സാഹചര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അത് കേരളത്തിന് മാത്രമുള്ള പരാതിയായി കാണുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സിനിമയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നതോടെ
കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ കരുതുന്നത്.